ഒരു ഉത്തരായന കാലത്ത് തുടങ്ങിയതാണ് ആ യാത്ര. കാലദേശങ്ങളെ പ്രതിബിംബിച്ചൊഴുകുന്ന നദി പോലെ ഒഴുകുകയാണ് ആ അഭിനയ ജീവിതം. കൈനിക്കര മാധവൻ പിള്ളയുടെയും തങ്കമ്മയുടെയും ഇളയ മകൾ മോഹമല്ലിക മല്ലികാ വസന്തമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നതിന് പിന്നിൽ കഷ്ടപ്പാടുകളുടെയും കഠിന പ്രയത്നത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ചരിത്രമുണ്ട്. മദ്രാസ് കാലത്ത് വിൻസെന്റിൻ്റെയും ശ്രീകുമാരൻ തമ്പിയുടെയും ചിത്രങ്ങളിലൂടെ മെല്ലെ ജീവിതം പച്ചപിടിച്ചു. ഒട്ടേറെ അവസരങ്ങൾ ലഭിച്ചു. ആ ഇടയ്ക്കാണ് അവളുടെ രാവുകൾ എന്ന സിനിമയുമായി IV ശശി വന്നത്. അതിൽ പുതുമുഖ നായികയായ സീമയ്ക്ക് ശബ്ദമായത് ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവായി. ഇത് നിങ്ങളാണോ എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടത്? എന്റെ അനിയനെ കൊന്നത് പോരാഞ്ഞിട്ട് എന്നോട് പ്രേമമാണല്ലേ? എനിക്ക് സാരി വാങ്ങിത്തരാൻ ഞാൻ തന്നെ ആരാണ്? ഇത് കൊണ്ടുപോയി തന്റെ മറ്റവൾക്ക് കൊടുക്ക്. എന്റെ വീട്ടിൽ മുറ്റമടിക്കുന്ന ചൂലുണ്ടെന്ന് ഞാൻ ഒരിക്കൽ തന്നോട് പറഞ്ഞു. അതിപ്പോഴും അവിടെ ഉണ്ട്. ഭർത്താവും മക്കൾ ഇന്ദ്രജിത്തും പൃഥ്വിരാജും അടങ്ങിയ കുടുംബത്തിന്റെ നായികാ വേഷത്തിലായിരുന്നു കുറേ വർഷങ്ങൾ. സുകുമാരന്റെ വിയോഗശേഷം മല്ലികയെ ക്യാമറയ്ക്ക് മുന്നിൽ മടക്കിക്കൊണ്ടുവന്നത് സംവിധായകൻ KK രാജീവ് ആയിരുന്നു. അത് ടെലിവിഷനിലൂടെയായിരുന്നു എന്നു മാത്രം. പെയ്തൊഴിയാതെ എന്ന സീരിയലിലൂടെ ആദ്യം ഉത്തരായനത്തിൽ കിട്ടിയതിനേക്കാൾ വലിയ ബ്രേക്കായി. പിന്നെ സീരിയലുകളുടെ പെരുമഴ. സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് മല്ലിക കാര്യമായി എടുക്കാതെ ഇരിക്കുമ്പോഴാണ് അൻവർ റഷീദിന്റെ ഛോട്ടാ മുംബൈയിൽ ഇന്ദ്രജിത്തിന്റെ തന്നെ അമ്മയായി ഒരു വേഷമെത്തുന്നത്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഏതു മേഖലയിലായാലും അതിൽ 50 വർഷം പൂർത്തിയാക്കുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് സിനിമാ വ്യവസായത്തിൽ കാലവും ചരിത്രവും പ്രതിഫലിപ്പിച്ചുകൊണ്ട് ആ നദി ഒഴുകുമ്പോൾ നേരാം നമുക്ക് ആശംസകൾ. ഞാൻ ഈ മല്ലിക ചേച്ചിയുടെ പേര് കേൾക്കുന്നത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്കൊന്ന് പറയും, മോഹമല്ലിക എന്നുള്ള പേര്. അന്ന് മല്ലിക ചേച്ചി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഡാൻസും പാട്ടും കഥാപ്രസംഗവും. അപ്പോൾ ചേട്ടൻ വന്നൊരു ചന്ദനക്കട്ടിലിൻ്റെ ഒരു കഥ മല്ലിക ചേച്ചി പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചേട്ടനിപ്പം റിട്ടയർ ചെയ്ത് ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട്. ചേട്ടൻ ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു. ചേട്ടനും ചേച്ചിയും ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അന്ന് മുതൽ കേൾക്കുന്ന പേരാണ് മോഹമല്ലിക എന്ന് പറഞ്ഞത്. പിന്നാണ് ചേച്ചി മല്ലിക സുകുമാരനായത്. അപ്പം കുഞ്ഞിലേ മുതൽ നമ്മുടെ മനസ്സിൽ ചേച്ചിയുടെ ആ ഒരു ഇത് ചേട്ടൻ വന്ന് വീട്ടിൽ പറയുന്നത്, ഇങ്ങനെ ഒരു കലാകാരി ഇത്രയും നന്നായിട്ട് നൃത്തം ചെയ്യും, നന്നായിട്ട് പാട്ടുപാടും, കഥാപ്രസംഗം, ഇതെല്ലാം കൂടെ അന്ന് കുഞ്ഞിലേ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ചേച്ചിക്ക് അന്നേ ആ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വന്നത്. എല്ലാം സാഹിത്യവും എല്ലാം ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ ചേച്ചി വന്നത്. മാത്രമല്ല ചേച്ചിയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ചേച്ചിക്ക് അപ്പുറത്തും ഇപ്പുറത്തും 2 രത്നങ്ങളാണുള്ളത്. ഒന്ന് ഇന്ദ്രനും രാജുവും. അവർ മാത്രമല്ല, അവർ സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളായി മാറുന്നത് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ താരങ്ങളായെന്ന് മാത്രമല്ല, അവരുടെ 2 ഭാര്യമാരും സിനിമയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അങ്ങനെ ഒരു കുടുംബം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് ആ ഒരു തൊഴിൽ കൊണ്ടു നടക്കാൻ 50 കൊല്ലമായിട്ട് ചെയ്യാന്ന് പറയുന്നത് അതൊരു ചില്ലറ കാര്യമൊന്നുമല്ല. മല്ലിക ചേച്ചി നന്നായിട്ട് പാട്ടുപാടും, അഭിനയിക്കും, നൃത്തം ചെയ്യും. ചേച്ചി അടിമുടി ഒരു കലാകാരിയാണ്. ചേച്ചിയും സഹോദരങ്ങളുമെല്ലാം എന്നെ വിളിച്ചിരുന്നത് എൻ്റെ കുടുംബക്കാർ വിളിക്കുന്നത് പോലെ ലാലു എന്നാണ്. ഇന്നും എന്നെ അങ്ങനെ വിളിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് മല്ലിക ചേച്ചി. ആ വിളിയിൽ തന്നെ എന്നോടുള്ള വാത്സല്യവും സ്നേഹവും ഇന്നും പഴയതുപോലെ തന്നെ എനിക്ക് അനുഭവിച്ചറിയാം. അങ്ങനെ സിനിമയ്ക്കകത്തും പുറത്തും ഒരുപോലെ അടുപ്പമുള്ള, സിനിമയ്ക്ക് പുറത്ത് എന്നെ അത്രമേൽ അറിയുന്ന എനിക്ക് ചേച്ചി തന്നെയായിട്ടുള്ള മല്ലിക ചേച്ചിയുടെ സിനിമാ ജീവിതത്തിന് 50 വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു സദസ്സാണ് ഈ തലസ്ഥാനത്ത് ഇന്നിപ്പോൾ നടക്കുന്നത്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സുരേഷ് സൂചിപ്പിച്ചതുപോലെ 50 വർഷക്കാലം തുടർച്ചയായി ഒരുപാട് പ്രയാസകരമായ സാഹചര്യത്തിലും സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും നല്ല കഥാപാത്രങ്ങളെ നമുക്ക് സംഭാവന ചെയ്ത ശ്രീമതി മല്ലിക സുകുമാരൻ്റെ ആ 50 വർഷത്തിൻ്റെ ഒരു അംഗീകാരവും ബഹുമാനവുമാണ് നമ്മളെല്ലാം കൂടെ നൽകുന്നത്.
തലസ്ഥാനത്തെ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന നാൾ മുതൽ വളരെ അകലെ നിന്ന് ശ്രീ സുകുമാരൻ അദ്ദേഹത്തെ കാണാനും ഒരു പൊതുപരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാൻ ആ വീട്ടിലെത്തുമ്പോഴാണ് ഇവർ നേരിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്ന് മുതൽ അതുപോലെ ഇവിടെ കണ്ട സിനിമകളിലുമെല്ലാം ആ കഥാപാത്രങ്ങളെ നല്ല നിലയിൽ അവതരിപ്പിക്കാൻ, യഥാർത്ഥത്തിലൊരു മലയാള വനിതയുടെ യഥാർത്ഥ സംഭാഷണമാണെങ്കിലും അഭിനയമാണെങ്കിലും അവതരിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും എല്ലാം യാതൊരു നാട്യവുമില്ലാതെ നമ്മുടെ മുന്നിൽ ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിലൂടെയാണ് ശ്രീമതി മല്ലിക സുകുമാരനെ ശ്രദ്ധേയമാക്കിയതെന്നാണ് എനിക്ക് ഒറ്റ വാക്കിൽ പറയുന്നത്. മല്ലിക വസന്തം. പ്രമുഖ നടി ശ്രീമതി മല്ലിക സുകുമാരൻ്റെ സിനിമാ ജീവിതത്തിൽ 50 വർഷം ആഘോഷിക്കപ്പെടുകയാണ്. പ്രമുഖനായ ഒരു നടൻ്റെ ഭാര്യയും പ്രമുഖന്മാരായ 2 നടന്മാരുടെ അമ്മയുമാണ്. ഈ വേഷങ്ങൾ 3 ജീവിതത്തിൽ മനോഹരമായി കൊണ്ടാടിയിട്ടുള്ള, സിനിമയിൽ ഒരുപാട് പ്രകടനങ്ങൾ കൊണ്ട് നമ്മളെ ആകർഷിച്ചിട്ടുള്ള ശ്രീമതി മല്ലിക സുകുമാരൻ്റെ 50-ാം വർഷം, സിനിമയിലെ 50-ാം വർഷം ആഘോഷിക്കപ്പെടുകയാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽക്കേ സുകുമാരൻ ചേട്ടനും മല്ലികയുമായിട്ടുള്ള അടുപ്പം ഇന്നും തുടരുകയാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ പോലും ആ കുടുംബവുമായിട്ടുള്ള ബന്ധം എനിക്ക് വളരെ ദൃഢമായി തന്നെ തുടരുന്നു. അവരുടെ ഈ സന്തോഷവേളയിൽ അവരോടൊപ്പം, നിങ്ങളോടൊപ്പം അതിൽ പങ്കുചേരാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഈ അവസരത്തിൽ നേരുകയാണ്, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. മല്ലിക സുകുമാരൻ, അല്ലെങ്കിൽ പ്രശസ്ത നടനായിരുന്ന സുകുമാരൻ്റെ ഭാര്യ, അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും അമ്മ, ഈ വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാതെ മലയാള സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തിയ 2 പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ അസാധാരണമായ അഭിനയ മികവ് പ്രകടിപ്പിച്ച മല്ലിക എന്ന നടിയെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. ആ 2 ചിത്രങ്ങൾ മലയാള സിനിമയുടെ ദിശയെ നിർണയിച്ച പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. ദൃശ്യാനുഭവത്തിനും സൗന്ദര്യാത്മക പരീക്ഷണങ്ങൾക്കും അപ്പുറത്ത് രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ച മനോഹരമായ ഒരു ധൈര്യം പ്രകടിപ്പിച്ച 2 ചിത്രങ്ങൾ. ഒന്ന് ഉത്തരായനം. ജി അരവിന്ദൻ എന്ന ഒരു സ്കൂളിലും ചലച്ചിത്രകല പഠിക്കാത്ത, വരകളിലൂടെ രാഷ്ട്രീയത്തെയും സമൂഹത്തെയും ഒക്കെ നോക്കിക്കണ്ട ഒരു ചിത്രകാരൻ്റെ ഉദയം കുറിച്ച അതിമനോഹരമായ ചിത്രത്തിലെ രാധ എന്ന കഥാപാത്രത്തെ ഞാനിപ്പോൾ ഓർത്തെടുക്കുകയാണ്. അതേപോലെ തന്നെയാണ് മലയാളത്തിൻ്റെ ഒരു നവഭാവുകത്വത്തിൻ്റെ, സിനിമാ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അസാധാരണമായ ക്രാഫ്റ്റിൻ്റെ ഉടമയായിരുന്ന, എല്ലാ സിനിമകളിലും സൗന്ദര്യത്തോടൊപ്പം തന്നെ തൻ്റെ രാഷ്ട്രീയം, അതിൽ പ്രധാനം രാഷ്ട്രീയം എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ഈ പ്രയോഗം കൊണ്ട് പെട്ടെന്ന് അർത്ഥം വരുന്നത് കക്ഷി രാഷ്ട്രീയമാണ്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിയായ പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സിൽ തന്നെ മലയാളത്തിലെ ഏറ്റവും ശക്തമായ സ്ത്രീ രാഷ്ട്രീയത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും ശക്തനായ ക്രാഫ്റ്റ്സ്മാൻ KG ജോർജിൻ്റെ സ്വപ്നാടനത്തിലെ റോസി ചെറിയാനെയും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തെടുക്കുകയാണ്. മല്ലിക വസന്തം അറ്റ് 50. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം, മലയാളത്തിൻ്റെ സ്വന്തം മല്ലിക ചേച്ചിയുടെ സിനിമാ ജീവിതത്തിലെ 50 വർഷങ്ങൾ ആഘോഷിക്കുകയാണ്. ശരിക്ക് പവർ ഓഫ് മൈൻഡ് എന്നൊരു കാര്യമുണ്ട്. കാരണം
ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്ത് തുടങ്ങിയ സമയം തൊട്ടേ അമ്മ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട്, തിരുവനന്തപുരത്താണ്, തീയതി തീരുമാനിച്ചിട്ടില്ല, നിങ്ങളെല്ലാവരും വരണം എന്നൊക്കെ നിരന്തരം എന്നോടും പൃഥ്വിയോടും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഞാനും പൃഥ്വിരാജും പൃഥ്വിയുടെ ഏറ്റവും പുതിയ ഡയറക്ടോറിയലായ എംപുരാൻ്റെ ഷൂട്ടിങ്ങിനായി 14-ാം തീയതി ഇവിടുന്ന് US പോകാൻ നിൽക്കുകയായിരുന്നു. ഒരുപക്ഷെ അമ്മയുടെ അത്രയും വലിയൊരു ആഗ്രഹം, അതായത് നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും എന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ അമ്മയുടെ ആ ഒരു ആഗ്രഹമായിരിക്കാം ഒരുപക്ഷെ ഞാനും പൃഥ്വിയും പൂർണിമയും സുപ്രിയയും അമ്മാവനും എല്ലാവരും കൂടി ഒരുമിച്ച് ഇന്നിവിടെ എത്തി ഈ ഒരു പരിപാടി, ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമായിരുന്നു. ഞാൻ 12th പൃഥ്വി 9th കഴിഞ്ഞ് 10th കയറിയ സമയമായിരുന്നു. അപ്പോഴാണ് അച്ഛൻ ഞങ്ങളെ വിട്ട് പോയത്. അമ്മയ്ക്കന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 41-42 വയസ്സാണ്. എനിക്കിപ്പോൾ ഉള്ളതിനേക്കാളും അമ്മ ഇളയതായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ആ ഒരു പ്രായത്തിൽ വീട്ടമ്മയായി നിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനും പേടിയൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും കരുത്ത് കൈവരിച്ച് അമ്മയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ മനസ്സിൻ്റെ ഒരു ധൈര്യം കൊണ്ടായിരിക്കാം ഞങ്ങളോടൊപ്പം വളരെ ശക്തിയായി കൂടെ നിന്ന് എനിക്കും പൃഥ്വിക്കും എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്ന് ഞങ്ങളോടൊപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ വളർച്ചയുടെ ഒരു വലിയ ഭാഗമായ വ്യക്തിയാണ് ഞങ്ങളുടെ അമ്മ മല്ലിക സുകുമാരൻ. ഈ ഒരു അവസരത്തിൽ അമ്മയോട് ഞാൻ ഒരു വലിയ നന്ദിയും ഒരുപാട് സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. അമ്മേ, താങ്ക് യു. ചേട്ടൻ പറഞ്ഞതുപോലെ 14-ാം തീയതി ഞങ്ങൾ മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി US പോകേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുമ്പോഴും അമ്മ പറയുന്നുണ്ട്, അപ്പോൾ നീ വരില്ലല്ലേ? ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല, വിസ ഇതുവരെ കിട്ടിയിട്ടില്ല. നാളെ എങ്ങാണ്ടാണ് വിസ കിട്ടാൻ പോകുന്നത്. ആളമ്മ ആയതുകൊണ്ട് ഒരുപക്ഷെ ജോ ബൈഡനെ വരെ നേരിട്ട് വിളിച്ച് സാറേ അവൻ്റെ വിസ ഇപ്പോൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാൻ യാതൊരു കാര്യവുമില്ല. മിക്കവാറും അങ്ങനെ എന്തോ പരിപാടി അമ്മ ഒപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ചേട്ടനും ഞാനും ഇവിടെ തന്നെ ഉണ്ട്, അപ്പോൾ പരിപാടിക്ക് വന്നേ പറ്റൂ എന്ന് അമ്മ വീണ്ടും പറയുകയും ചെയ്തു. അങ്ങനെ സന്തോഷപൂർവ്വം ഞങ്ങൾ വരികയും ചെയ്തു. എന്തായാലും വന്നെത്തിയതിൽ വലിയ സന്തോഷം. കാരണം സ്വന്തം കർമ്മ മേഖലയിൽ, അതിപ്പോൾ സിനിമ എന്നല്ല, ഏത് തൊഴിൽ മേഖലയാണെങ്കിലും 50 വർഷക്കാലം സജീവമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന അത്യപൂർവമായ ഭാഗ്യമാണ്. സിനിമയിൽ പ്രത്യേകിച്ചും 50 വർഷക്കാലം സിനിമയിൽ സജീവമായി നിലനിൽക്കുക എന്നുള്ളതൊരു ഒരു വണ്ടറാണ് ശരിക്കും. അത് സിനിമയിൽ പ്രവർത്തിക്കുന്ന ചേട്ടനെയും എന്നെയും പോലെയുള്ള ചെറിയ കലാകാരന്മാർക്ക് ഇന്ന് ഞങ്ങൾ പിന്നിട്ട ഒരു 2 ദശാബ്ദങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ അറിയാം, അയ്യോ 50 വർഷം എന്ന് പറഞ്ഞാൽ എന്ത് വലിയ അച്ചീവ്മെൻ്റ് ആണെന്ന്. അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇടയിൽ ഏതാണ്ടൊരു 1/4 നൂറ്റാണ്ടോളം അമ്മ സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഒരു വീട്ടമ്മ മാത്രമായി അമ്മ സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. എന്നിട്ടും തിരിച്ചു വന്ന് ഒരു സീംലെസ് റീസ്റ്റാർട്ട് അമ്മയുടെ കരിയറിൽ നടത്താൻ പറ്റിയെന്ന് പറയുന്നത് ഇസ് ആൻ അബ്സല്യൂട്ട് ട്രിബ്യൂട്ട് ടു ദി ആർട്ടിസ്റ്റ് ദാറ്റ് ഷീ ഈസ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ എനിക്കറിയില്ല എത്ര മക്കൾക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന്. ഒരു പക്ഷേ ഞാൻ മാത്രമായിരിക്കും ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളൊരു മകൻ. എൻ്റെ അമ്മയോടൊപ്പം അഭിനയിക്കാനും അമ്മ അഭിനയിച്ച സിനിമ നിർമ്മിക്കാനും അമ്മയെ സംവിധാനം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് 3ഉം ചെയ്യാൻ പറ്റിയിട്ടുള്ള എത്ര മക്കളുണ്ട് എന്നെനിക്കറിയില്ല. അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ചേട്ടൻ പറഞ്ഞ പോലെ അമ്മയോടൊപ്പം അഭിനയിക്കുമ്പോഴും അമ്മയെ ഡയറക്റ്റ് ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും മോണിറ്ററിൽ ഷോട്ടുകൾ കാണുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ എന്നെ ഞാൻ തന്നെ പറയുന്നൊരു റിയലൈസേഷൻ, അമ്മയാണ് നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും ടാലൻറ്റഡ് ആർട്ടിസ്റ്റ്. സത്യത്തിൽ അമ്മയുടെ ടാലൻറ്റിന് അമ്മയ്ക്ക് ഇനിയും കുറേ കാര്യങ്ങൾ സിനിമയിൽ ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ പറഞ്ഞാലും ആസ് എൻ ആർട്ടിസ്റ്റ് അമ്മയെക്കുറിച്ച് ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയാൻ മാത്രമുള്ള ജ്ഞാനമോ ഒന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ അമ്മ എന്ന നിലയ്ക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ 40-41 വർഷങ്ങളായി കാണുന്ന വ്യക്തിയാണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഷീ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് വുമൺ ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ്. അത് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു ശക്തി ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛൻ മരിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്കൊരു വണ്ടിയിലാണ്. അപ്പോൾ ചേട്ടനും ഞാനും അച്ഛനോട് ആംബുലൻസിലാണ്. അപ്പം അന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടോ, അമ്മ എന്ത് ചെയ്യും? ചേട്ടനും ഞാനും ഓക്കെ, അമ്മ എന്ത് ചെയ്യും? അമ്മ എന്ത് ചെയ്തു എന്നുള്ളൊരു ഉത്തരമാണ് ഇന്ദ്രയത്തും ഇന്നിവിടെ നിൽക്കുന്ന ഞാൻ. സോ താങ്ക് യു. ഇന്ന് ഇങ്ങനൊരു പ്രോഗ്രാം, ഒരുപാട് സന്തോഷം.
and I hope to see you all very soon. ഈ കുടുംബത്തിലേക്ക് 13 വർഷങ്ങൾ മുമ്പ് മാത്രം കടന്നു വന്ന വ്യക്തി എന്ന നിലയിലും മലയാള സിനിമയെക്കുറിച്ച് പരിമിതമായ അറിവ് മാത്രമുള്ള ആളെന്ന നിലയിലും അമ്മയുടെ സിനിമാ ജീവിതത്തെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ അമ്മ എന്ന സ്ത്രീയോട് എനിക്ക് അളവില്ലാത്ത സ്നേഹവും ആരാധനയുമുണ്ട്. ജീവിതത്തിന്റെ ഈ ഘട്ടത്തിലും അമ്മ തന്റെ പാഷൻ മുഴുവൻ മനസ്സോടെ പിന്തുടർന്നു എന്നതാണ് എനിക്കൊരു വലിയ പ്രചോദനം. അമ്മ എന്ന സ്ത്രീയുടെ ശക്തി അമ്മയെ അറിയുന്നവർ ആർക്കും ഒരു പുതിയ അറിവല്ല. അമ്മയുടെ സിനിമാ ജീവിതത്തിലെ 50 വർഷങ്ങൾ ആഘോഷമാക്കുന്ന ഈ വേളയിൽ എന്റെ സ്നേഹവും ആശംസകളും ഞാൻ അറിയിക്കുന്നു. ഇനിയും കലാജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ അമ്മയെ തേടി എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മല്ലികയുടെ ഏറ്റവും പഴയ സുഹൃത്ത്, അടുത്ത സുഹൃത്ത് നെഞ്ചി കൈവച്ച് പറയാൻ ഞാൻ തന്നെയാണ്. കാരണം 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ ഞാൻ പലപ്പോഴും പറഞ്ഞു ഒന്നിച്ച് പഠിച്ചതാണ്. പഠിക്കുന്ന സമയത്തുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൈനിക്കര ഫാമിലി എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കും. പിന്നെ സ്ഥിരം എനിക്ക് അടി വാങ്ങിച്ചിരുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പേരെഴുതാൻ മൊഹമ്മല്ലിയാണ് ഏൽപ്പിക്കുന്നത്. ആദ്യം എൻ്റെ പേരാണ് എഴുതുന്നത്. 4ാം ക്ലാസ് വരെ ഭാഗ്യത്തിന് പെണ്ണുങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. 5ാം ക്ലാസ് തൊട്ട് അവർ പോയി, കോട്ടണിലും വിമൻസ് കോളേജിലൊക്കെ പോയി. 5ാം ക്ലാസ് തൊട്ടും പിന്നെയും ക്ലാസ്മേറ്റായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ 5, 6, 7, 8 ക്ലാസ് എത്തുന്നതിന് മുമ്പ് തന്നെ എന്നെ അവിടുത്തെ സാറന്മാർ തല്ലിക്കൊന്ന് എൻ്റെ എല്ലൂരി കുരുത്ത് ആ ബയോളജി ലാബിൽ തൂക്കിയിട്ട് താഴെ എഴുതി വെച്ചെന്നെ സംസാരം ആരോഗ്യത്തിന് ഹാനികരം മോഹമല്ലിക. തീർന്നു വേണം ഞാൻ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇവർ പോയി. പക്ഷേ എന്നാലും ഞങ്ങൾ സ്റ്റുഡൻസിനൊക്കെ ഒരു അസൂയ കടന്ന ഒരു ആരാധന ഉണ്ടായിരുന്നു. നാടകം, അതിന് പ്രൈസ്. കഥാപ്രസംഗം അതിഗംഭീരമായിട്ട് അഭിനയിക്കും. ലളിത സംഗീതം, പ്രസംഗ മത്സരം, എല്ലാത്തിനും പ്രൈസുണ്ട് സംഭവം. പിന്നെ ഞാൻ കുറേ നാൾ കണ്ടിട്ടില്ല. ഞാനും എൻ്റെ കുറേ എഡിറ്റ് ചെയ്ത് കേട്ടോ. ഞാൻ സ്കൂൾ ലൈഫിൽ പിന്നെ എൻ്റെ കാര്യങ്ങളായിട്ട് പോയി. മല്ലിക പോയി, വിമൻസ് കോളേജിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയൊക്കെ പോയി. ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 1973 തൊട്ട് 2 കൊല്ലം കഴിഞ്ഞ് പാസ്സായി പുറത്തിറങ്ങി. ചാൻസിന് വേണ്ടി അലയുകയാണ്. ഓരോ സ്റ്റുഡിയോയുടെ മുമ്പ് ചെന്നാലും അവർ സ്റ്റുഡിയോയ്ക്കകത്ത് വിടത്തില്ല. വാച്ചുമാന്മാരുണ്ട്. ഞാൻ എൻ്റെ അഭിനയിച്ച ഡിപ്ലോമ ഫിലിമിൽ അഭിനയിച്ച സർട്ടിഫിക്കറ്റും എന്താ പറയുക അത് ആൽബം ഒക്കെ ആയിട്ട് പോയിട്ട് ഒരു സ്ഥലത്തും പോകുന്നില്ല. ഒരു നിവൃത്തിയില്ല. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഗംഗാനഗറിൽ മല്ലിക താമസമുണ്ട്. കണ്ടാൽ ചിലപ്പോൾ വല്ലതും നടക്കുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഒന്ന് ഫോൺ ചെയ്യുകയാണെങ്കിൽ 1 രൂപയാവും. 1 രൂപയ്ക്ക് അന്ന് എനിക്ക് ഊണ് കഴിക്കാൻ പറ്റും. നമ്മൾ ഊണിന് പൈസ ഇല്ലാത്തതുകൊണ്ട് 3 നേരം ഇഡ്ഡലി കഴിച്ചു പോകുന്ന സമയത്ത് എങ്ങനെ ഫോൺ ചെയ്യും? നേരിട്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെന്നു. ഗംഗാനഗരത്തിന് ബില്ലടിച്ചപ്പോഴത്തേക്കും അവിടുന്ന് ആരപ്പാക്കണം ഭയങ്കര തമിഴ്, ചെന്തമിഴ്. കൂടെ പഠിച്ച സുധീർ കുമാറാണ്. ഞാൻ എൻ്റെ കൈയും കാലൊക്കെ പറയുന്നത്. സുധീർ കുമാറാണ്. ഭയങ്കര സന്തോഷമായി. വരാൻ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു, ചായയൊക്കെ തന്നു. ഞാൻ പറഞ്ഞു ഞാൻ വന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് 2 കൊല്ലം പഠിച്ചു. ചാൻസിന് വേണ്ടി നടക്കുന്നു. വീട്ടിൽ നിന്ന് വരുന്ന 100 രൂപ റേഷനും കട്ടായി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമ്പോൾ അപ്പോഴും പറഞ്ഞു ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു പടം ഇപ്പോൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, അതിൽ ഒരു വേഷം കിട്ടും. ഞാൻ പറഞ്ഞു സുധീർ ചെല്ല്. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. നമസ്കാരം, ഞാൻ മല്ലിക പറഞ്ഞിട്ട് വന്നതാണ്. പേരെന്താണ്? സുധീർ കുമാർ. അഭിനയിക്കാനാ? പിന്നെ തൻ്റെ വീട്ടിൽ കണ്ണാടിയില്ലേ? സാർ ഞാൻ 2 കൊല്ലം അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിങ് പഠിച്ചാണ്. അതിന് താൻ 2 കൊല്ലം തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാശ് കളഞ്ഞു. ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ താൻ നാട്ടിൽ പോകണം. തനിക്ക് ഒരിക്കലും സിനിമയിലൊന്നും ആകാൻ പറ്റത്തില്ല. ഇവിടെ പ്രൈം മിനിസ്റ്റർ അടൂർ ബാസി പകർന്ന് തനിക്കൊരു പുണ്ണാക്കും ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ സപ്തനാരികളും തരുന്നത്. ഗണപതിക്ക് വെച്ചതേ കാക്കോത്തി എന്നുള്ള ലൈഫ്. ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചത്. എന്നിട്ട് എവിടെ താമസിക്കുന്നത്? നമ്മൾ ഉമ്മാലഴിച്ചിലാണെന്നാണ്. ഞാൻ ഉമ്മാലഴിച്ചിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ വരെയാണ്. ഞാൻ തമ്പിയാണ്. സുധീർ കുമാറല്ലേ? നമ്മൾ അതാണ്. നാളെ രാവിലെ ഇയാൾക്ക് ഷൂട്ടിംഗ് ഉണ്ട്, ശാന്തോമ്പിൽ വെച്ചാണ്. വണ്ടി വരും, റെഡി ആയിട്ടുണ്ട്. താൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കാൻ വലിയ നായക വേഷമൊന്നുമില്ല, ചെറിയൊരു സീനാണെന്ന് പറയും. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സീനിൽ അഭിനയിക്കുന്നത്. മല്ലിക പറഞ്ഞിട്ടാണ് എനിക്ക് തമ്പി സാർ ആ വേഷം തരുന്നതും. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളായി. അപ്പോൾ വലിയ കമ്പനിയായി. കാര്യം പഴയ സുഹൃത്തില്ല, ആ ഒരു കൺസെഷൻ ഉണ്ട്. അപ്പം ചിലപ്പോൾ മല്ലിക പറയും അതെ നാളെ ഫ്രീ ആണോ? ഞാൻ പറഞ്ഞാൽ ഫ്രീ ആണ്. നാളെ നമുക്ക് സിനിമയ്ക്ക് വേണം, രാവിലെ ഉമ്മാലഴിൻ്റെ അവിടെ 9 മണിക്ക് ഇറങ്ങി നിൽക്കണം എന്ന് പറയും. ഞാൻ, മല്ലിക, ഹേമേന്ദ്രൻ എന്നുള്ള ക്യാമറമാൻ, കനകദുർഗ എന്നുള്ള നടി, ഞങ്ങൾ 4 പേരും കൂടെ പോവുകയാണ്. നേരെ പോയി നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. മോർണിംഗ് ഷോ ആണ്. ഉച്ചയ്ക്ക് ഇറങ്ങി വരുന്നു. ദേവി തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ട് സുഖമായിട്ട് ഉണ്ണുന്നു. മാറ്റിനി കാണുന്നു. മാറ്റിനി കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് പടയൊക്കെ വന്നിട്ട് പിന്നെ ഫസ്റ്റ് ഷോ കാണുന്നു. അത് കഴിഞ്ഞിട്ട് ആ ബിലാലിൽ നിന്ന് വന്നിട്ട് ഭയങ്കരമായ ഞാൻ കണ്ടിട്ടില്ലാത്ത ചിക്കനും ഐറ്റംസൊക്കെ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ബ്രദേഴ്സിൻ്റെ മനസ്സ് ഓർമ്മിച്ച് സ്മരിച്ചത്. അയ്യോ ഭയങ്കര തന്നെ അങ്ങനെ കണ്ടുപിടിച്ച സിനിമയൊക്കെ. അങ്ങനെയാണ് ഞാൻ പറയും മദ്രാസിൽ ഇഡലി നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ചിക്കൻ കാണാൻ പറ്റും. ഇവിടെ പോലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ സുഖമായിട്ട്. പക്ഷെ മല്ലിക ഭയങ്കര ലാവിഷാണ്. ലാവിഷ് എന്ന് വെച്ചാൽ പൈസ ഉണ്ടെങ്കിൽ ചിലവാക്കാൻ ഒരു മടിയില്ല.
പക്ഷേ ഈ സ്വഭാവദൂഷ്യം 2 മക്കൾക്കും ഇല്ല. ഇപ്പോഴും വലിയ 100 രൂപ 100 രൂപ കൂടെ അവൻ 200 രൂപ ചിലവാക്കാൻ മുമ്പോട്ടിറങ്ങും. അങ്ങനെ ഞാൻ ആ സിനിമയിൽ ആ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് മല്ലികയാണ് എന്നെ പരിചയപ്പെടുത്തിയത് സുകുമാരന് ഉത്രാട രാത്രിയുടെ സെറ്റിൽ. അങ്ങനെ ആരെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല സുകുമാരൻ. പ്രണയം എന്നുള്ളത് അടുത്തൂടെ പോയിട്ടില്ല. അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പം ഏതെങ്കിലും ഒരു കാണാൻ കൊള്ളാതെ പെണ്ണു വന്നാൽ നമുക്കൊരു സന്തോഷം, ഒരു തണുപ്പ്, കൊള്ളാമല്ലോ ഇരിക്കാന്ന് പറയുന്ന പുള്ളി. ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കും, ഒന്ന് മാറിയിരിക്കും, നമ്മുടെ അടുത്തൊന്ന് സംസാരിക്കാൻ നേരം കൂടെ എണീറ്റ് പൊക്കളയും. അപ്പോൾ അങ്ങനെയുള്ള ആളാണ്. ഇവർ തമ്മിൽ കമ്പനിയായി, ഭയങ്കര ഇഷ്ടമായി. അപ്പം സുകുമാരൻ താമസിക്കുന്നത് 3 ബെഡ്റൂമാണ്. അപ്പോൾ എൻ്റെ മല്ലിക അവിടെ റെക്കമെൻഡ് ചെയ്തു. ഉമാലോജിയിലെ കിടന്ന് ബുദ്ധിമുട്ടാണ്, അവിടെ 3 ബെഡ്റൂം ഉണ്ടല്ലോ, രാജുവും കൂടെ സുധീറും കൂടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ താമസിക്കുന്നത്. അപ്പോൾ മല്ലികയ്ക്ക് ദീർഘായുസ് എന്നെന്നും കൂടെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും. ഇത്രയും കരുത്തുറ്റ നല്ലൊരമ്മയായി പല രീതിയിലും ജീവിതത്തിൽ പല സന്ദർഭങ്ങള്, പല പ്രതിസന്ധി ഘട്ടങ്ങള് എല്ലാം ചേച്ചി തരണം ചെയ്ത് മികവുറ്റ ജീവിതം വിജയിച്ച ഒരു വനിതാ രത്നമാണ്. അപ്പൊ ഇനിയും ചേച്ചിക്ക് ജഗദീശ്വരൻ കൂടുതൽ കൂടുതൽ ശക്തിയും ആയുരാരോഗ്യം തരണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും ചേച്ചിക്ക് നേരുന്നു. സിനിമയിൽ വളരെ നേരത്തെ കണ്ടിട്ടുള്ള ഒരു കുടുംബമാണ് മല്ലിക ചേച്ചിയുടേത്. എനിക്കൊരുപാട് കുടുംബമായിട്ട് അത്രയും അടുപ്പമുണ്ട്. അഭിനയിക്കുന്നവർക്ക് ജീവിതം പഠിക്കണം. അങ്ങനെ പഠിക്കാൻ പറ്റുന്ന എല്ലാവർക്കും പഠിക്കാൻ ഉള്ളൊരു കുടുംബമാണ് മല്ലിക ചേച്ചി. സിനിമയ്ക്ക് ഒരുപാട് സംഭാവന ചെയ്തു എന്നൊക്കെ പലരെക്കുറിച്ചും പറയുമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ സിനിമയ്ക്ക് വലിയ സംഭാവന, മലയാളത്തിൽ നിന്നല്ല ലോക സിനിമയ്ക്ക് വളരെ വലിയ സംഭാവന ചെയ്ത ആളാണ്, ഒരമ്മയാണ് മല്ലിക ചേച്ചി. നടി മാത്രമല്ല, അത് ചുമ്മാ കൊണ്ട് നടക്കിരുത്തുമല്ല, അത് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ജീവിതം പഠിപ്പിച്ച് സിനിമയ്ക്ക് സമർപ്പിക്കുകയാണ്. അത് വളരെ ബഹുമാനമുള്ള, ആദരവ് അർഹിക്കുന്ന ഒരു നടി അമ്മയുമാണ് മല്ലിക ചേച്ചി. എനിക്ക് ആ കുടുംബത്തിലെ ഇവരുടെയൊക്കെ വളർച്ചയ്ക്കൊത്ത് സുകുമാരൻ സാർ ഉള്ള സമയം മുതൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് അവിടെ പല കാര്യം എന്നല്ല, കൂടുതലും എൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ചേച്ചി മക്കളുടെ കൈയാണോ വളരുന്നത്, കാലാണോ വളരുന്നതെന്ന് നോക്കുമ്പോൾ ആ വളർച്ച ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ട്. അവരുടെ സ്കൂൾ പഠനകാലം മുതൽ അത്രയും അടുത്തറിയാം. സാർ അഭിനയിക്കുമ്പോൾ കൂടുതലും ഞാൻ കോസ്റ്റ്യൂം ചെയ്ത സമയത്ത് അടുത്തിട്ടുള്ളത് സുകുമാരൻ സാറുമായിട്ട്. ചേച്ചിക്ക് അത്രയ്ക്കൊന്നും എനിക്ക് ആ സമയത്തൊന്നും ഡ്രസ്സിൻ്റെ കാര്യമായിട്ടൊന്നും അടുക്കാൻ പറ്റിയിട്ടില്ല. അഭിനയിക്കുക എന്നുള്ളൊരു ബന്ധം മാത്രമാണ്. പക്ഷേ എങ്കിലും എൻ്റെ അടുത്ത് എല്ലാ കാലത്തും ആ വാത്സല്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഞങ്ങളുടെ സിനിമയിലെ മാതൃകാ മാതാവിന് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ചേച്ചി മനസ്സിൽ കാണുന്ന പോലെ ചേച്ചിക്ക് നല്ല ദാഹമുണ്ട് അഭിനയിക്കാൻ. അതൊരിക്കലും അടങ്ങാതിരിക്കട്ടെ, ആ തീ അണയാതിരിക്കട്ടെ. അത് ചേച്ചിയെ മുമ്പോട്ട് നയിക്കും. ചേച്ചിക്ക് എല്ലാ ആശംസകളും ആരോഗ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു. പെയ്തൊഴിയാതെ എന്ന ടെലിവിഷൻ സീരിയലിലൂടെയാണ് ഞാൻ ആദ്യം ഇന്ദ്രൻ്റെ അമ്മയെ പരിചയപ്പെടുന്നത്. എൻ്റെ അഭിനയ ജീവിതം തുടർന്നത് ഇന്ദ്രൻ്റെ അമ്മയോടൊപ്പമാണ്. പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് ഒരു നടി എന്ന രീതിയിലും ഒരു വ്യക്തി എന്ന രീതിയിലും ഇന്ദ്രൻ്റെ അമ്മ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഗുരുസ്ഥാനത്താണ് ഞാൻ ഇന്ദ്രൻ്റെ അമ്മയെ കാണുന്നത്. 50 വർഷം സിനിമയിൽ തികയ്ക്കുന്ന ഈ വേളയിൽ അമ്മയ്ക്ക് ഞാൻ എല്ലാവിധ ആശംസകളും ആയുരാരോഗ്യവും കൈനിറയെ അവസരങ്ങളും മനസ്സ് നിറയെ സന്തോഷവും നേർന്നുകൊള്ളുന്നു. താങ്ക് യു അമ്മ ഫോർ എവറിത്തിങ്. ഐ ലവ് യു സോ മച്ച്. ചെറിയ ഐറ്റംസ് മാത്രമേ എൻ്റെ ഉള്ളൂ, ശ്രദ്ധിക്കുക. എന്താ ഉള്ളതുകൊണ്ട് നിങ്ങൾ സന്തോഷപ്പെടുക, തൃപ്തിപ്പെടുക. നമുക്ക് ആരംഭിക്കാം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതെന്താണിത്? ഇതൊരു ഗിൽറ്ററിങ് ആണ്. സ്റ്റേജിൽ അല്ലെങ്കിൽ റോഡിലൊക്കെ ഇങ്ങനെ തോരണമൊക്കെ കിട്ടുന്ന സാധനമാണ് ഗിൽറ്ററിങ്. ഏവരുടെയും ശ്രദ്ധയെ എൻ്റെ കയ്യിലേക്ക് ഞാൻ സാധനം ക്ഷണിക്കുന്നു. ഏവരുടെ ശ്രദ്ധ നോക്കുക. Come on, right?
ദാറ്റ്സ് ഇറ്റ്. ഇതെന്താണ്? ഇത് റൂബിക്ക്. ഇത് വ്യത്യസ്തമായ കളറുകളാണ്. പച്ച, മഞ്ഞ, നീല, ഓറഞ്ച് എല്ലാം ഉണ്ട്, വൈറ്റ് ഉണ്ട്. പക്ഷെ ഇത് തുടക്കകാലത്ത് ഇതിങ്ങനെ, അതായത് ഓരോ കളറും സ്റ്റാൻഡ് ഫോർ ഓരോ പേഴ്സണെ, വ്യക്തികളെ പ്രാതിനിധ്യം ചെയ്യുന്നതാണ് ഇതിൽ, അല്ലേ? പക്ഷേ ഇതിൻ്റെ സംഘാടകർ ആഗ്രഹിച്ചു ഇങ്ങനെ നമ്മൾ വ്യത്യസ്ത കളറിൽ, അല്ലെങ്കിൽ ഈ ജാതി മത ചിന്തകളിലോ മറ്റുള്ള വ്യത്യസ്ത മനസ്സോടുകൂടി നിൽക്കുന്ന കാര്യമില്ല. നമ്മൾ ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചു. അതിൻ്റെ ഫലമായി നിങ്ങളെല്ലാവരും നല്ലതായിട്ടുള്ള യോഗനേഴ്സേഴ്സ് എല്ലാവരും എന്ത് ചെയ്തു? അതിനുവേണ്ടി ശ്രമിച്ചു. അതാണ് നോക്കുക, അതിൻ്റെ ശ്രമഫലമായി നോക്കുക. മാജിക് സംഭവിക്കുന്നത് അതിൻ്റെ ഫലമായി നോക്കുക. ഓ എന്താണ് നോക്കുക, എല്ലാം. ബട്ട് സ്റ്റിൽ ദേ ആർ നോട്ട് ഹാപ്പി. മഞ്ഞ ഒരു സൈഡിലും ചുവല ഒരു സൈഡിലും ബ്ലൂ, ഇതിലൊന്നും അവർ ഹാപ്പി അല്ല. അവർ പറഞ്ഞു അല്ല, നമുക്കിങ്ങനെ ഗ്രൂപ്പിസം ഒന്നും വേണ്ട, ഗ്രൂപ്പിസം ഒന്നും വേണ്ട, ഒറ്റ മനസ്സോടി പെരുമാറാൻ മാത്രമേ നമുക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സ് നല്ല രീതിയിൽ പോകത്തില്ല. അതിൻ്റെ തെളിവാണിത്. എങ്ങനെ സംഭവിച്ചു? രഞ്ജിയുടെയും ചേച്ചിയുടെയും അതിൽ മറ്റ് എല്ലാവരുടെയും ആഗ്രഹത്തെ മാനിച്ച് നോക്കി അവർ അതിനുവേണ്ടി പരിശ്രമിച്ചു എന്നുള്ളതാണ്. നോക്കുക, അതിൻ്റെ ഫലമായിട്ട് നോക്കുക, എല്ലാം ഒറ്റ മനസ്സോടി നോക്കിയേ. ദാറ്റ്സ് ഇറ്റ്. കണ്ടില്ലേ? എനിക്ക് അടുത്ത ഐറ്റം അവതരിപ്പിക്കാനായിട്ട് 4 നല്ല മനസ്സുള്ള 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളും, സ്ത്രീകളും 2 പുരുഷന്മാരും സ്റ്റേജിലേക്ക് കടന്ന് സഹായിക്കണം. ആണ്ട് നല്ല മനസ്സ് ഇതാണ്. നോക്കി, മോള് വന്നിട്ട് വരിക. ഹാൻഡ് കർച്ചീഫായിട്ട് വന്നാൽ നല്ലതായിരിക്കും. വരിക. ഓ മോളിഞ്ഞു വന്നേ, ബാ. 2 പേരായി കഴിഞ്ഞു. ഹാൻഡ് കർച്ചീഫ് ഉണ്ടോ മോളെ? ബാ. ആണ്ട് ഡാഡി നല്ല മനസ്സിനോട് മോള് പോരുക. ഇത്രയും സീരിയസ് ആയിട്ടൊന്നും ഇരിക്കാതെ വന്നാട്ടെ, വാ, വന്നാട്ടെ വന്നാട്ടെ അങ്ങനെ 2 പേരോട് വന്നിട്ട് വാ. കാരണം നിങ്ങളെല്ലാം നല്ല മനസ്സോടി പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഭംഗിയാകൂ. അല്ലല്ലോ, നമുക്ക് ആരംഭിക്കാം. ടവൽ കൊണ്ടുവന്നിട്ടുണ്ടോ മോൾ? നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ ഓരോ ടവൽ തരുന്നു. ടവലില്ല സർ? ഇല്ല, കൊണ്ടു നടക്കുന്ന സ്വഭാവമില്ല. യെസ്, നമുക്ക് ആരംഭിക്കാം. ഇതെന്താണിത്? ഇത് ഹാൻഡ് കർച്ചീഫാണ്. ഇങ്ങനെ ഞാൻ യു ഡു വാട്ട് ഐ ആസ്ക് യു ടു ഡു. അങ്കിൾ പറയുന്ന പോലെ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം. യെസ്, നമുക്ക് ആരംഭിക്കാം. ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് കാണിക്കാനാ. ഇനി ചെയ്യേണ്ടത് ഇടത് കൈയിലേക്ക് ഈ ടവൽ ഇങ്ങനെ എടുത്ത് വെക്കുക. വെച്ചോ? സോ സിമ്പിളാണ്. എല്ലാവർക്കും വിചാരിക്കും മാജിക്ക് വളരെ സിമ്പിളല്ല, തെറ്റുകൾ ചെയ്യാൻ പാടില്ല. മധ്യഭാഗം ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഈ മധ്യഭാഗം പതുക്കെ 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 മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു. കറക്റ്റ് മോള് കറക്റ്റ്. മോള് നേരത്തെ മാജിക് പഠിച്ചിട്ടുണ്ടോ? സത്യം. പക്ഷെ മോളുടെ സ്റ്റൈൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പോയതാണ്. റൈറ്റ് മോൾ, കുറച്ചുകൂടെ മുകളിലോട്ട്. എന്താ ഒരു മടി പോലെ? കുറച്ചുകൂടി. ഇനി ചെയ്യേണ്ടത് സിസേഴ്സ് ഉണ്ടോ കയ്യിൽ? എന്നാലും ഒരു കാര്യം ചെയ്യും, എല്ലാവർക്കും ഒരു സിസേഴ്സ് കൊടുക്കൂ. അങ്കിളുടെ കയ്യിലും ഒരു സിസേഴ്സ് ഉണ്ട്, നോക്കുക. ഈ അതിന് കയ്യിലിപ്പം തണുപ്പോ പെരുപ്പോ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? ഒന്നുമില്ല. ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഇതം കട്ട് ചെയ്യുക. മോൾ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം കട്ട് ചെയ്യാൻ. ഓൾറൈറ്റ്? ഓം ക്രീം കമോൺ, ആരംഭിക്കുക. റെഡി 1 2. ഇങ്ങനെ മുറിച്ച് താഴേക്കിടണം. കമോൺ മോൾ. ആണോ? ഇത് ഉപയോഗിക്കാം. മിണ്ടാതെ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, പക്ഷെ നല്ല സ്മാർട്ടായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.
മതി 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 ഇനി കത്രിക തിരിച്ചു കൊടുക്കുക. ആ റൈറ്റ് റൈറ്റ്. നീ മനസ്സിലെ എല്ലാ ചീത്ത വിചാരങ്ങളും മനസ്സിൽ നിന്ന് മാറ്റി ഇടത് കൈയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റൈറ്റ്. ഓ ഒരു വലത് കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുക. ഇപ്പം വല്ല തണുപ്പോ പെരുപ്പോ എന്തെങ്കിലും കയ്യിൽ അനുഭവപ്പെടുന്നുണ്ടോ? ഞാൻ രക്ഷപ്പെട്ടു ഉണ്ടോ സാർ? സത്യമാ? റൈറ്റ്. ഓ ഗിലി ഗിലി ഗിലി. ഇനി ഞാൻ പറയുമ്പോൾ 1 2 3 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ കൈ പിടിച്ചോ. 1 2 3 എന്ന് പറയുമ്പോൾ നിവൃത്തി കാണിക്കണം. എത്രമാത്രം ഫാസ്റ്റായിട്ട് നിവൃത്തി കാണിക്കാമോ അത്രമാത്രം ഫാസ്റ്റായിട്ട് കാണിക്കണം. അതാണ് മാജിക്. ഓം റെഡി 1 2 3. യെസ് കം ഓൺ റൈറ്റ്. ഇതെന്താ ഓർക്കുക, മാജിക്കിൽ തെറ്റുകൾക്ക് സ്ഥാനമില്ല. കുഴപ്പമില്ല. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ മന്ത്രം ഞാൻ പറഞ്ഞുതരാം. പല ആവർത്തി ചെയ്ത് പഠിക്കണം. അത് ഹാൻഡ് കർച്ചീഫ് ഇല്ല എങ്കിൽ ബെഡ്ഷീറ്റോ പില്ലോ കവേഴ്സൊക്കെ എടുത്ത് ഇങ്ങനെ മുറിച്ച് പഠിക്കണം കേട്ടോ. ജസ്റ്റ് ഇറ്റ്. കാര്യമാക്കട്ടെ. താങ്ക് യു വെരി മച്ച്. അടുത്ത ഒരു ഐറ്റം അത് അവതരിപ്പിക്കുന്നതിനായി ഞാൻ ഇന്നത്തെ താരമായിട്ടുള്ള മല്ലിക ചേച്ചി ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. വന്നിട്ട് ചേച്ചി ഇതിലേ വന്നിട്ട് ചേച്ചി. ചേച്ചി നമുക്ക് ആരംഭിക്കാം. പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചേച്ചി എന്നോട് ചോദിച്ചു, സാമ്രാജേ ഈ മാജിക് പഠിക്കാൻ വല്ല പ്രായം വല്ലതും ഉണ്ടോ എന്ന്. അതായത് എത്ര പ്രായം വരെ പഠിക്കാം? ഞാൻ പറഞ്ഞു ചേച്ചി അങ്ങനെയൊന്നും ഒരു പ്രശ്നവുമില്ല. ചേച്ചിക്ക് വേണേ, പക്ഷെ അതിനൊരു സ്ക്രീനിങ് ഉണ്ട്. അതാണ് കാരണം എൻ്റെ പ്രോഗ്രാം കണ്ടിരുന്ന പലരും മുന്നോട്ട് വന്ന് പറയും എനിക്ക് മാജിക് പഠിക്കണമെന്നുള്ളത്. അപ്പോൾ അവരോട് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതന്നെ ഇവിടെ ഞാൻ നോക്കുന്നത്. ചേച്ചിക്ക് മാജിക് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. എന്താ അതിന് ഞാൻ പരിചയപ്പെടുത്തുന്നു. ഇതൊരു വൈൻ ഗ്ലാസ് ആണല്ലേ. ഇത് നോക്കാം. ചേച്ചി തൊട്ട് നോക്കിയേ. യെസ്. ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാനിതിങ്ങനെ വെക്കുന്നു. എത്രമാത്രം ശക്തിയുണ്ടെന്ന് നമുക്ക് നോക്കാം. എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് മാറ്റി ഈ ഗ്ലാസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചേച്ചി ഇനി ചെയ്യേണ്ട കൈ ഇങ്ങനെ ഉയർത്തുക. വലത്ത് കൈ ഇങ്ങനെ. അത്രമാത്രം മതി. കൈ ഉയർത്തുക. എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് മാറ്റി ഈ ഗ്ലാസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധൈര്യമുണ്ടല്ലോ ചേച്ചിക്ക്? നോക്കാം. ശബ്ദം മനസ്സിൽ ശക്തി വരുത്തുക. ഗിലി 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 ഓപ്പറേഷൻ. റെഡി 1 2 and 3. കാര്യമാക്കണ്ട ചേച്ചി. ചേച്ചിക്ക് മാജിക് ചെയ്യാൻ പറ്റും. നോക്കിയേ. എവിടെ തുടങ്ങണം, എന്ത് പറയണം, എങ്ങനെ അവസാനിപ്പിക്കണം ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ആകെ മൊത്തം ഈ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും ഞാൻ ഓരോരുത്തരുടെയും വാക്കുകൾ കേട്ട് മൊത്തത്തിൽ ഇമോഷണലായി. ഞാനിങ്ങനെ ഇവിടെ നിന്ന് ആലോചിക്കുകയാണ്, ഇത് ആരോടൊക്കെ നന്ദി പറയണം എൻ്റെ ഈശ്വര. കാരണം പല സ്ഥലത്തും എൻ്റെ മക്കളടക്കമുള്ളവരുടെ വാചകങ്ങൾ പലതും കേട്ടപ്പോൾ പല സ്ഥലത്തും എൻ്റെ കണ്ണ് നിറഞ്ഞു. ഏതായാലും എനിക്ക് ഈ നന്ദി പറയുന്ന ഒരു ഫോർമാലിറ്റി, ആ ഒരു വാക്കിൽ നിന്നും മാറിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു അംഗീകാരങ്ങൾ പിടിച്ചു വാങ്ങിക്കാൻ പോകാത്ത ഒരാളാണ്. ഞാൻ ഒതുങ്ങി വീട്ടിലിരിക്കും. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ശരിയാണ്. എല്ലാവരും എന്നെ വിളിക്കും. ഞാൻ സജീവമായിട്ട് അവരുടെയൊക്കെ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എനിക്കെന്തോ ഒരു വലിയ സ്ഥാനം വന്നതുപോലെ എനിക്ക് സ്വയം തോന്നുക എപ്പോഴും. ഞാൻ അത്രയ്ക്കൊന്നും അങ്ങോട്ട് ഒരു പ്രതീക്ഷിച്ചിട്ട് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച ആളുമല്ല. ഏതായാലും ഇതൊക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗം കൂടി എൻ്റെ തലയിൽ ഭഗവാൻ എഴുതിയിരുന്നു എന്നുള്ളത് വലിയ സന്തോഷം. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നത് എന്നിൽ അർപ്പിക്കപ്പെട്ട ഒരു കാര്യങ്ങൾ ഞാൻ ശരിയാണ് കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഈ ഭാഗ്യങ്ങളെല്ലാം പണ്ടുള്ളവർ പറയും അല്ലേ, കൂടെ നിൽക്കുന്നവരുടെ സ്നേഹവും. ഒരുപാട് അമ്മമാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതൊരു സത്യമാണ്. ഞാനൊരു മുഖസ്തുതി പറയുകയോ പൊങ്ങച്ചം പറയുകയോ ഒന്നുമല്ല.
ഒരുപാട് പേര് വിളിച്ച് പറയോ ചേച്ചിക്ക് നല്ലതേ വരൂ, ചേച്ചി അങ്ങനെ ചെയ്തു, ചേച്ചി പറഞ്ഞുകൊണ്ട് എൻ്റെ മോൾ ഇങ്ങനെ പോയി അങ്ങനെ പോയി. അത് ഈ പറയുന്ന പോലെ നമ്മളാരും ഒന്നും ചെയ്തിട്ടില്ല. അവർക്കൊക്കെ വേണ്ടത് ഒരു ആശ്വാസ വാക്കുകളാണ്. എല്ലാം ശരിയാവും, നിങ്ങൾ എന്തിനിങ്ങനെ നടന്ന് വിഷമിക്കുന്നത് എന്ന് ചോദിച്ചാലും മതി, ഒന്നും ചെയ്തില്ലെങ്കിലും. അങ്ങനെയൊക്കെ ഉള്ളവരുടെ പ്രാർത്ഥനയോ ആ മനസ്സിൻ്റെ ഒരു നന്മയോ എന്താ അറിയില്ല, അവരുടെ എല്ലാം കൊണ്ടും ഇനിയിപ്പോൾ എനിക്ക് വലിയ അതിമോഹങ്ങളൊന്നുമില്ല. ഇതൊക്കെ അങ്ങ് പോയാൽ മതി ഈശ്വര. എങ്ങനെയാണ് നന്ദി പറയണത്? ആരോ പറഞ്ഞല്ലോ, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, നീണ്ട ലിസ്റ്റാണത്. അപ്പോൾ അത് കാരണം ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. വലിയ ചേച്ചി ആരോഗ്യമായിട്ടൊക്കെ ഇരിക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ഇനിയും എല്ലാ കാര്യത്തിലും ഞാൻ സഹകരിക്കും. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.